സുഹൃത്തുക്കളെ നമസ്കാരം, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ്. ഒരു ചിക്കൻ വ്രാപ്പ് സാൻഡ്വിച്ചാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ഷീസ് തോക്ക് സാൻഡ്വിച്ചാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തത് എന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്കത് ഷീസ് തോക്കിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഷീസ് തോക്ക് നേരത്തെ ഞാനൊരു ഫഹം അപ്ലോഡ് ചെയ്തു. അതേ മസാലയിൽ തന്നെ തയ്യാറാക്കി ചുട്ടെടുത്തിട്ടുള്ള ഒരു ചിക്കനാണിത്. അപ്പോൾ ഈ ചിക്കൻ്റെ സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് വേണ്ട ചേരുവകൾ തൂമ്, അതേപോലെ പൊട്ടാറ്റോ ചിപ്സ്, ടൊമാറ്റോ കസ്, ഇത്രയുമാണ് ഇതിന് വേണ്ടി ആവശ്യമുള്ള ചേരുവകൾ. പിന്നെ വേണ്ടത് റൊട്ടിയാണ്. ഈ തന്തൂരി റൊട്ടിയിലാണ്. തന്തൂരി റൊട്ടിയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തന്തൂരി റൊട്ടിയിലാണ് ഞാൻ ഇന്നത്തെ ഈ സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തന്തൂരി റൊട്ടി എടുക്കാം. ആ റൊട്ടിയിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് തൂമാണ്. ആ തൂമ് റൊട്ടിയുടെ എല്ലാ ഭാഗങ്ങളും തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം ചുട്ട് വെച്ചിട്ടുള്ള ചിക്കന് നമുക്കൊരു 4 പീസ് ഇതിൽ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കണം. ഇതേപോലെ ഓരോരോ പീസായിട്ട് വെച്ച് കൊടുക്കാം. ഈ ചിക്കന് ബോൺലെസ് ചിക്കന് എല്ലാം തയ്യാറാക്കിയിട്ടുള്ളൊരു ചിക്കനാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി വേണ്ടത് ടൊമാറ്റോ വേണ്ടവർക്ക് ചേർക്കാം. ഇനി ടൊമാറ്റോ ഇഷ്ടപ്പെടാത്ത ആളുകളാണെങ്കിൽ ടൊമാറ്റോ ചേർക്കേണ്ട ആവശ്യമില്ല. ഓരോരോ പീസ് ഞാനൊരു 3 പീസ് ടൊമാറ്റോയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കസ് അത് കൂടി ചേർത്ത് കൊടുക്കാം. കസ് ചേർത്ത് കൊടുക്കാം. ഓക്കെ. ശേഷം നമുക്ക് ഓരോരോ പൊട്ടാറ്റോ ചിപ്സ്, കുറച്ച് സാൾട്ട് ഈ സലാഡിലും ചിപ്സിൻ്റെ മേലെയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൽ തഹീന വേണ്ടവർ ചേർത്താൽ മതി. ഞാനിതിൽ തഹീനയും തൂമും കൂടി രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് ഈ സാൻഡ്വിച്ച് തയ്യാറാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ തന്തൂരി റൊട്ടിയിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കേണ്ട. പൊറോട്ടയിലും ഇതേപോലെ നല്ല വലുപ്പത്തിൽ പൊറോട്ട റെഡിയാക്കിയിട്ട് അതിലും തയ്യാറാക്കിയെടുക്കാം. അതേപോലെ സാജ് കുബൂസിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇന്നത്തേത് നമ്മുടെ തന്തൂരി റൊട്ടിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു സാൻഡ്വിച്ച് തയ്യാറായി. ഇനി ഒന്നും കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ റൊട്ടിയിൽ തൂമ് തേച്ച് കൊടുക്കാം. തൂമ് റെഡിയായി. ഇനി നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കണം. ഓരോരോ പീസ് ചിക്കൻ. അപ്പോൾ ഇത് നല്ല ഒരു ഹെവി സാൻഡ്വിച്ച് തന്നെയാണ്. ഈ ഒരു സാൻഡ്വിച്ച് കഴിച്ചാൽ വേറൊന്നും കഴിക്കണമെന്നില്ല, ഇതന്നെ മതി. കസ്, ഓരോരോ പൊട്ടാറ്റോ ചിപ്സ്, നേരത്തെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സാൻഡ്വിച്ച് ഇതേപോലെ തന്നെ റാപ്പായിട്ട് ചിക്കൻ ചില്ലിയിലും അതേപോലെ തന്നെ എഗ്ഗിലൊക്കെ തയ്യാറാക്കിയിട്ടുള്ള സാൻഡ്വിച്ച്, അതേപോലെ ഹല്ലുമൊക്കെ ഇതേ മാതിരി റാപ്പായിട്ട് സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. പക്ഷെ അതിൻ്റെ വ്യത്യസ്തമായൊരു സാൻഡ്വിച്ചാണിത്. ഇതേപോലെ തന്നെ ഈ സാൻഡ്വിച്ച് കബാബ് റാപ്പായിട്ടും നമുക്ക് ഇതേപോലെ സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷീസ് തോക്ക് സാൻഡ്വിച്ച് തയ്യാറായി. ഇനി ഈ സാൻഡ്വിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കണം നമുക്ക്. അപ്പോൾ ഞാൻ ചൂടാക്കാൻ ഉപയോഗിച്ചത് ഗ്രില്ലാണ്. അപ്പോൾ ഗ്രില്ല് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രില്ലിൽ സാൻഡ്വിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം ചൂടായതിനു ശേഷം മറിച്ചിടാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്യാം. ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റുകളിലും വീടുകളിലും ഒക്കെ വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാ ആളുകളും ട്രൈ ചെയ്യണം. അപ്പോൾ ഇത് റെഡിയായി. അപ്പോൾ ഇത് 2 സാൻഡ്വിച്ചാണ് ഞാൻ തയ്യാറാക്കിയത്. ഇപ്പോൾ ഒരു സാൻഡ്വിച്ചിൻ്റെ കൂടെ ഇതേപോലെ റെസ്റ്റോറൻറ്റുകളൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു സാൻഡ്വിച്ചിനും അതിൻ്റെ ഒരു പോർഷനായിട്ട് കൊടുക്കുമ്പോൾ അതിൽ പൊട്ടാറ്റോ ചിപ്സ് കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സാൻഡ്വിച്ച് വേണ്ടവർക്ക് അത് അങ്ങനെയും കൊടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ടിനും 2 പ്രൈസായിട്ടാണ് ഇതിൻ്റെ കൂടെ കൂൾ ഡ്രിങ്ക്സും
കൊടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ സാൻഡ്വിച്ച് ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അതിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി സെൻറ്ററിൽ ഇതേമാതിരി ക്രോസായിട്ട് കട്ട് ചെയ്ത് 2 പീസാക്കിയിട്ട്, ഇപ്പോൾ ഇത് ഒരു പോർഷൻ സാൻഡ്വിച്ചാണ്, 2 പീസായിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ പൊട്ടാറ്റോ ചിപ്സ് കൂടി ചേർത്തിട്ട് കൊടുക്കണം. പിന്നെ കെച്ചപ്പ്, മയോണീസ്. ഇത്രയാണ് ഒരു സാൻഡ്വിച്ച്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സാൻഡ്വിച്ചും അതേപോലെ തന്നെ സെൻറ്ററിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ. ചിക്കൻ റാപ്പ് സാൻഡ്വിച്ച് ഇന്നത്തെ നമ്മൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഏതൊരാൾക്കും തയ്യാറാക്കിയെടുക്കാം. ചിപ്സ് കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഇനി കെച്ചപ്പ് മയോണീസും കൂടി ചേർത്ത് ഈ സാൻഡ്വിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കണം. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.